ഹലോ പ്രിയപ്പെട്ടവരെ, നമസ്കാരം. ഞാൻ ദേവരാജ് അമ്പലവൽ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിൽ പ്രധാനപ്പെട്ട ടൗണാണ്. കർണാടകയുടെ അതിർത്തിയും തമിഴ്നാടിൻ്റെ അതിർത്തിയൊക്കെ ആയിട്ട് ഒരു സൂപ്പർ സ്ഥലമാണല്ലോ സുൽത്താൻ ബത്തേരി. അപ്പോൾ ആ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു സൂപ്പർ 2 നില വീട്, ഒരു ഹോം സ്റ്റേ ആംബിയൻസ് ഒക്കെ ഉള്ള ഒരു സൂപ്പർ വീട്. ഇപ്പം നമ്മൾ ഫോട്ടോയിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ആ വീട്. അപ്പോൾ നമ്മൾ ആ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വ്യൂ ആണ്. നല്ല മലനിരകളുടെ വ്യൂ, വയലിൻ്റെ വ്യൂ, കോട, മഞ്ഞ്, ഏല സൂപ്പർ വ്യൂ ആണ്. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ വീടിൻ്റെ ആ വഴിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. കുറച്ച് വീടുകളൊക്കെ ഇനി വന്നുകൊണ്ടിരിക്കുകയാണ്. ടൗണിൻ്റെ അടുത്ത് തന്നെ കേട്ടോ, മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ്. മെയിൻ റോഡിൽ നിന്ന് ഒരു 50 മീറ്റർ കയറിയാലുള്ളൂ. അപ്പുറത്ത് കാണുന്നതൊക്കെ മെയിൻ റോഡിലുള്ള ബിൽഡിങ്ങുകളാണ്. വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇവിടെയൊക്കെ വീടുകൾ പുതിയതായിട്ട് വരാൻ പോകുന്നതാണ്. ഒരു റിയൽ വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. സൂപ്പർ സംഭവം തന്നെയാണ്. നല്ല ഭംഗിയുണ്ട്. നല്ല വയലിൻ്റെ കാഴ്ചയാണ്. ദൂരത്തേക്ക് നല്ല വയലിൻ്റെ പച്ചപ്പൊക്കെ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഈ വീഡിയോയിൽ കാണുന്നതിനെക്കാട്ടും ഭംഗിയാണ്. ആ കുന്നിൻ്റെ കാഴ്ചകളും കോടേൻ്റെ കാഴ്ചയൊക്കെ കുറച്ച് ഒരു നല്ല കാഴ്ചയാണ്. അപ്പം ആ ഒരു കാഴ്ചയും ആ ഒരു പരിസരമൊക്കെയാണ് നമ്മളിപ്പോൾ വിശദീകരിച്ചത്. നമുക്കിപ്പം ആ വീട് ലോങ്ങിൽ നിന്ന് കാണുന്ന വീട്, ഇതിപ്പോൾ ഒരു 10-30 മീറ്റർ 50 മീറ്റർ മാറി നിന്നുള്ള ഒരു വ്യൂ ആണ്. നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഒരു ഓക്കെ ആയ സ്ഥലമാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. ദേവാലയങ്ങളും വിദ്യാലയങ്ങളും നമ്മൾ ഹോസ്പിറ്റൽ സൗകര്യം ഒക്കെ ഉള്ള മെയിൻ റോഡിൻ്റെ തൊട്ടടുത്തും. അപ്പം ആകെ ഈ വീട്ടിൽ നിന്ന് ഒരു 100 മീറ്റർ കയറിയാൽ മെയിൻ റോഡിലേക്ക് കയറി. അപ്പോൾ അങ്ങനത്തെ ഉള്ള സ്ഥലം, നല്ലൊരു ഭംഗി, ഒരു സിറ്റി സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാൽ ഒരു ഗ്രാമത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഒക്കെ ഉള്ളൊരു സൂപ്പർ സ്ഥലം. അപ്പോൾ നമുക്ക് ആ ഒരു ഭംഗിയുടെ നേരിട്ട് നമുക്ക് കാണാൻ പോയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ പോവുകയാണ്. ആ വയലിൻ്റെ കാഴ്ചകളൊക്കെ ഒന്നും കൂടെ അങ്ങോട്ട്, നല്ല വയലിൻ്റെ കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈ കാഴ്ചയൊക്കെ ഒന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോവാം. വീടിൻ്റെ അടുത്തേക്ക് മെല്ലെ മെല്ലെ പോവാം. നമ്മളങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ നല്ല ലോങ്ങിൽ നമ്മൾ കണ്ടല്ലോ, കവുങ്ങുകളും തെങ്ങും നല്ല വയലിൻ്റെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ വീടിൻ്റെ ആ ഒരു സമീപഭാഗത്തേക്ക് പോവുകയാണ്. ഒരു 7 സെൻറ്റ് സ്ഥലത്തുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പരിസരം ഒന്നും കൂടെ ഒന്ന് വൈഡായിട്ട് കാണിക്കുകയാണ്. ആ ഒരു ഭയങ്കര ഭംഗിയായതുകൊണ്ടാണ് എടുത്ത് 2-3 പ്രാവശ്യം കാണിച്ചത്. നമുക്ക് ആ ഒരു പുൽമേടും ആ ഭംഗിയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നേരിട്ട് അങ്ങോട്ട് പോവുകയാണ്. ഈ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ വീടിൻ്റെ സമീപത്തെത്തി. ഇതാണ് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നുള്ള കാഴ്ച. ഇപ്പോൾ വീടിൻ്റെ ആ ഒരു ഭംഗി നല്ല ഭംഗിയാണ്. കുറച്ച് മുകളിലത്തെ നിലയിൽ കുറച്ച് വർക്കുകൾ ബാക്കിയുണ്ട്. നമ്മളിങ്ങനെ മുകളിൽ നില കെട്ടിയിട്ടിട്ടുള്ളൂ. അവിടെ നിന്നൊരു വ്യൂ പോയിൻ്റ് പോലെ, നമ്മളൊരു വാച്ച് ടവർ പോലെ മുകളിൽ നിന്നൊരു ബാൽക്കണി, നല്ല സംഭവമാണ്. നല്ലൊരു ആംബിയൻസ് ഉള്ള സംഭവമാണ്. അത് മുകളിൽ നിന്ന് നമ്മൾ അവിടെ നിന്നുള്ളൊരു വ്യൂ കാണിക്കുന്നുണ്ട്, വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ വീട്. 7 സെൻറ്റാണ്. ഒരു മുകളിലത്തെ നില നമ്മൾ സ്റ്റെയർ പുറത്തുനിന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ നില സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഹോം സ്റ്റേ അങ്ങനത്തെ സംഭവത്തിന് മുകളിലത്തെ നില പ്രത്യേകം വാടകയ്ക്ക് കൊടുക്കുക, താഴെ കൊടുക്കുക. ഇനി വേണ്ട നമ്മൾ വീടായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 നിലയായിട്ട് അങ്ങനെ ചെയ്യാം. എല്ലാ സൗകര്യമുണ്ട്. കുറച്ചൊന്ന് ഇൻ്റർലോക്ക് ചെയ്യാനും അങ്ങനെ ഒരു 20% പോലും ഇല്ല, ഒരു 10% പണികൾ ബാക്കിയുണ്ട്. അങ്ങനത്തെ നമ്മൾ കണ്ടല്ലോ, നല്ല സ്പേസ് ഉണ്ട്. വീടിൻ്റെ സൈഡിലുള്ള കാഴ്ചകളാണ് ഓരോ അപ്പുറത്തേക്കുള്ള ആ വൈഡ് കാഴ്ചകൾ ഒരു ഒന്നൊന്നര കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ടല്ലോ, നമ്മൾ കാണുന്ന നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ. ഈ വീഡിയോ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി ഭംഗിയുണ്ട് നേരിട്ട് കാണാൻ. നമ്മളപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറാം. നമ്മൾ കൂടുതൽ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് ഉള്ളിലേക്ക് പോകാം. ഇതാണ്ടില്ലേ, നിലത്തൊക്കെ നല്ല സ്റ്റാൻഡേർഡ് ടൈലൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. വീടിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ. ഫസ്റ്റ് ഹാളിലാണ് നമ്മളുള്ളത്. ഹാളൊന്ന് നമുക്ക് നല്ലൊരു സെറ്റിയൊക്കെ ഇട്ടിട്ട്, ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. നല്ല ഓപ്പൺ സ്പേസ്, നല്ല കാറ്റ് കിട്ടും. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ. ഇവിടുത്തെ ഒരു കാറ്റ് സൂപ്പർ കാറ്റാണ്. നല്ലൊരു കാറ്റ്, നേരിട്ട് ഓപ്പണായിട്ട് തുറന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് നല്ലൊരു കാറ്റ് കിട്ടും. നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് വീടിൻ്റെ ഉള്ളിലൊക്കെ. നല്ല സാധാരണയിൽ കൂടുതൽ ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊരു ഫ്രഷ്നെസ് കിട്ടുന്ന ഒരു അന്തരീക്ഷം. ഒരു ഡൈനിങ് ഏരിയ ആ സൈഡിലേക്ക് ഒതുക്കിയിട്ട് അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ വാഷിംഗ് സൗകര്യങ്ങളുണ്ട്. നല്ല വലിയൊരു ഹാള്, കയറുമ്പോൾ തന്നെ നല്ല വലിയൊരു ഹാള്. നമുക്കിപ്പോൾ ഒരു പ്രാർത്ഥനയോ ചടങ്ങൊക്കെ നടത്താനുള്ള സ്പേസൊക്കെ ഉണ്ട്. നമ്മളിത് പുറത്തേക്കുള്ളൊരു സംഭവമാണ് അവിടെ കണ്ടത്. 2 ബെഡ്റൂമാണ് അടിയിലത്തെ നിലയിലുള്ളത്. അപ്പോൾ നമുക്ക് 1ാമത്തെ ബെഡ്റൂമിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പോൾ വീട്ടിൽ ആൾ കുറവായതുകൊണ്ട് ഈ ബെഡ്റൂം കട്ടിലൊന്നും വെച്ച് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അപ്പം ഇതൊരു ബെഡ്റൂം സൗകര്യം. അത്യാവശ്യം അതിലേക്കുള്ള കബോർഡുകൾ, അലമാരകളൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്.
നല്ല സ്പേസിലുള്ള അലമാരകളൊക്കെ ഉണ്ട്. ഇവിടേക്ക് ഒരു കബോർഡൊക്കെ അടിച്ച് നമുക്ക് ഭംഗിയാക്കാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് കേട്ടോ. വലിയ വലിയ ബെഡ്റൂമാണ്, ചെറിയ ബെഡ്റൂമുകളല്ല, നല്ല സൈസുള്ള ബെഡ്റൂമാണ്. നമുക്ക് താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. അതിൻ്റെ കാഴ്ചയൊന്ന് കാണാം, ബെഡ്റൂമിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് കാണാം. ഇതിൽ 2 കട്ടിലുകൾ ഇതിൽ ഒരുമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ അറിയാലോ സ്പേസ് ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം നമ്മളിനി ബാത്റൂമിൻ്റെ കാഴ്ചകളൊന്ന് കാണാം. കണ്ടോ, ബാത്റൂമൊക്കെ സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. യൂറോപ്യൻ ഫിറ്റിങ്സ് ഒക്കെ വെച്ചിട്ട് സ്റ്റാൻഡേർഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താഴത്തെ നിലയിൽ 2 ബെഡ്റൂമുകളുണ്ട്. ഇനി അടുക്കളയിലേക്കൊന്ന് പോയി നോക്കാം. അടുക്കളയിൽ നമ്മളൊരു മാറ്റ് ഫിനിഷുള്ള ഒരു ടൈലൊക്കെ ചെയ്ത് ഇഷ്ടംപോലെ തട്ടുകളൊക്കെ ഉണ്ട്. നല്ല ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട്. നല്ല സ്പേസുള്ള അടുക്കളയാണ്. നല്ലൊരു ലൈവ് കിച്ചണായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പുറത്തൊരു എക്സ്ട്രാ നമ്മളൊരു വർക്ക് ഏരിയ വിത്ത് നമ്മൾ വാഷിംഗ് ഏരിയയും ഒരു ബാത്റൂം സൗകര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വർക്ക് തീരാനുണ്ട്. ഈ കണ്ടീഷനിലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അവിടെ ഒരു ബാത്റൂം കൊടുക്കാം. നമുക്ക് വാഷ് ബേസിൻ അങ്ങനത്തെ ഒരു വാഷിംഗ് മെഷീനൊക്കെ വെക്കാനുള്ള ഏരിയ ഉണ്ട്. നമുക്കൊന്നും കൂടെ നമ്മൾ അടുക്കളയിലെ കാഴ്ച ഒന്നും കൂടെ കണ്ടുകൊണ്ട് നമുക്ക് കണ്ടില്ലേ, നമ്മൾ ആ ഏരിയ ഒക്കെ നല്ല വൈഡ് ഏരിയ ഉണ്ട്, ഇഷ്ടംപോലെ ഏരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഏരിയ കണ്ടു. നമ്മൾ ഒന്നും കൂടെ ആ ഹാളിൽ നിന്ന് നമ്മളിത് പുറത്തേക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, സെപ്പറേറ്റ് ആയിട്ട് കോണി പുറത്തു നിന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കുറച്ച് ഫിനിഷിങ് വർക്കുകളാണ്, മുകളിലത്തെ വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. മുകളിൽ നമുക്ക് ഇപ്പോൾ ഒരു ഹാള് പോലെ പണിതിട്ടിട്ടുള്ളൂ. നമ്മൾ സ്റ്റെയറൊക്കെ ഈസി ആയിട്ട് കയറാം കേട്ടോ, വല്ല ടൈറ്റൊന്നുമില്ല, ഈസി ആയിട്ട് കയറാൻ പറ്റുന്ന സ്റ്റെയറുകളൊക്കെയാണ്. കോണിയൊക്കെ നല്ല ലാൻഡിങ് ഒക്കെ കൊടുത്തിട്ട് 2 സ്റ്റെപ്പൊക്കെ ആയിട്ട്. അപ്പം ഇവിടെ കുറച്ച് തേപ്പ് പണികളും അങ്ങനത്തെ ഫിനിഷിംഗ് വർക്കുകൾ ബാക്കിയുണ്ട്. മുകളിലത്തെ നിലയിൽ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വിശാലമായൊരു ഹാളാക്കിയിട്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നല്ലൊരു വ്യൂ, ഒരു ഒന്നൊന്നര വ്യൂ ആണ്. ഇവിടെ നല്ലൊരു രീതിയിൽ നമ്മളൊരു കസേരയൊക്കെ ഇട്ട് ഒരു കട്ടൻ ചായ കുടിച്ചിരിക്കാൻ പറ്റുന്ന ഫീൽ എന്ന് പറയുന്ന സംഭവമുള്ള ഒരു സൂപ്പർ ആംബിയൻസ്. കണ്ടില്ലേ, ഇത് പെയിൻറ്റിംഗ് ഒന്നല്ല, ഇത് വ്യൂ ആണ്. നേരിട്ട് അസാധ്യ വ്യൂ ആണ്, നേരിട്ട് കാണണം. അപ്പം എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഫോൺ നമ്പർ 94 95 36 57 30. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക. ഈ വീടിന് ആവശ്യപ്പെടുന്നത് 32 ലക്ഷം രൂപയാണ്. അപ്പോൾ നെഗോഷ്യബിളാണ്, വില കുറയും. അപ്പോൾ ഒരു സൂപ്പർ വീടാണ്. നമ്മൾ ചോദിക്കുന്നത് 32 പക്ഷേ വില കുറച്ച് കിട്ടും. നമ്മൾ കണ്ടില്ല, സൂപ്പർ ആംബിയൻസ് ഉള്ള നല്ലൊരു വീട് വയനാട്ടിലെ ഹോം സ്റ്റേ ടൈപ്പ് വീടാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ അതാണ് ഈ സംഭവം. നമ്മൾ ആ മുകളിലത്തെ ഹാളിൻ്റെ ആ വിശേഷം ഒന്ന് കാണാം. കണ്ടില്ലേ, വിശാലമായി വൈഡായിട്ടൊരു ഹാളായിട്ട് കിടക്കുകയാണ്. അത് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് റൂമാക്കാം, നമുക്ക് പല സൗകര്യങ്ങളിലേക്കൊക്കെ മാറ്റാം. അപ്പോൾ ഓക്കെ, 7 സെൻറ്റ് സ്ഥലം, വെള്ളത്തിന് ബോർവെല്ലാണ്, ഇഷ്ടം പോലെ വെള്ളമുണ്ട്, ലോണോ കാര്യമൊന്നുമില്ല, ക്ലിയർ പേപ്പറുകളാണ്. ബത്തേരിയിൽ നിന്ന് 3 കിലോമീറ്റർ. അപ്പോൾ ആവശ്യപ്പെടുന്ന 32 ലക്ഷമൊക്കെ ആണെങ്കിൽ വില കുറഞ്ഞ് കിട്ടും, നമുക്ക് വില കുറച്ച് മേടിക്കാം. അപ്പോൾ ഓക്കെ, നിങ്ങൾ വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടുക. ഒരു സൂപ്പർ വ്യൂ പോയിൻ്റുള്ള ഒരു വീട് ആവശ്യപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. താങ്ക് യു ഓൾ.